അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ ആകുലത, വലിയ വിഷമം നമുക്കുണ്ട്. പല മാതാപിതാക്കൾക്കുണ്ട്. എൻ്റെ മോൻ എന്താവും, ഞാൻ വിചാരിച്ച പോലെ പഠിക്കുമോ, എൻ്റെ മോളെന്താവും, ഞാൻ വിചാരിച്ച പോലെ ആ നിലയിലെത്തുമോ, നല്ല രീതിയിൽ വിവാഹം ചെയ്ത് അയപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ നമുക്ക് തന്നെ ഒരു ഭാരമായി മാറുമോ, നാളെ ഭാവിയിൽ അവർ നമ്മളെ പറയിപ്പിച്ചിട്ട് ആകെ വിഷമവും പ്രയാസമാകുമോ. പല വാർത്തകളും ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മളും നമ്മളെക്കുറിച്ച് ചിന്തിച്ച് പോകാറുണ്ട്. നമുക്കൊരു ഭാരമാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമാകുമോ, പ്രയാസമാകുമോ, അങ്ങനെ പല ചിന്തകൾ നമുക്ക് മറിയാറുണ്ട്. അതുപോലെ പുതിയ പുതിയ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ, അതായത് 1-2 കുട്ടികളൊക്കെ ഫസ്റ്റത്തെ സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു സന്തോഷവും സമാധാനവും നമുക്കുണ്ടാവും ആദ്യം. അത് എത്രമാത്രം നമ്മൾ അവരെ നല്ല രീതിയിൽ എങ്ങനെ വളർത്താമെന്നതിനെക്കുറിച്ച് ഭയങ്കര ആകുതിയൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ നമുക്ക് ചെറുപ്പത്തിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത്, ആ അനുഭവം വെച്ചിട്ടായിരിക്കും നമ്മൾ വളർത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയും ആകരുത്. അതുപോലെ അത്രമാത്രം അവർക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. ചിലപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കാം, സർപ്രൈസുകൾ കൊടുക്കാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ വിനോദവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പോലെ കളിക്കാൻ അനുവദിക്കും. ചില ആളുകൾ മൃഗങ്ങളെയൊക്കെ നോക്കുന്ന പോലെ വീട്ടിൽ അടച്ചിട്ട് വേണ്ടി കുട്ടികളെ നോക്കും. ഒരു അല്ലെങ്കിൽ പുറത്ത് കളിക്കാനോ കുട്ടികളുടെ കൂടെ ഇതാക്കാനോ ഒന്നും അനുവദിക്കാതെ അങ്ങനെയോ ആകരുത്. മറിച്ച് അവരെ പലതിനും നമ്മൾ അനുവദിക്കുക, പല വിനോദങ്ങളിലും കൂടുക, അവരെ കൂടെ ടൂറ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അവരുടെ കഴിവ്, എത്രമാത്രം അവർക്ക് കഴിവുണ്ട്, അത് അല്ലെങ്കിൽ നമ്മളെ കഴിവ് അടിച്ചേൽപ്പിക്കുകയാണോ, നീ ഡോക്ടറാണോ, നീ എഞ്ചിനീയറാണോ, നീ വക്കീലാണോ, അല്ലെങ്കിൽ നീ പിന്നെ ഫാർമസിസ്റ്റാണോ, ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹം നമുക്ക് നടക്കാതെ പോയതാണെന്ന് പറഞ്ഞ് നമ്മളെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുകയാണോ. അതുപോലെ നമ്മുടെ ആദർശം അടിച്ചേൽപ്പിക്കരുത്. ഞാൻ ഇന്ന ആദർശക്കാരാണ്, ഞാൻ BJP ആണ്, ഞാൻ മാർക്സിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ്സാണ്, അങ്ങനെ നമ്മുടെ ആദർശമുണ്ട്, അത് അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള മൊത്തത്തിലൊരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഉള്ളവൻ ഇന്നത്തെ ഒരു സംസാരം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യമായി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എത്രമാത്രം അവർക്ക് നൽകുക. ഇപ്പോൾ നമ്മൾ വീടുകളിൽ പിടിച്ചു വെച്ചാലും, ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടത്, നമ്മുടെ വീടുകളിൽ പിടിച്ചു വെച്ചിട്ട് അത്രയൊന്നും സോഷ്യൽ മീഡിയ ഒന്നും കൊടുക്കാതെ, ഇപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലോ ബന്ധു വീട്ടിലോ പോയിട്ടാകുമ്പോൾ ഉണ്ടാവും അവിടെ നല്ല പകൽ കുട്ടികൾ ഇരുന്ന് മണിക്കൂറുകളോളം മൊബൈൽ നോക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റ് വന്ന സമയത്തുണ്ടാവും പിന്നെ അവർ മണിക്കൂറുകളോളം മൊബൈൽ നോക്കുന്നു. അപ്പോൾ നമ്മളെ കുട്ടിയായിരിക്കും, എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഈ അവകാശം, എന്നെപ്പോലത്തെ കുട്ടിയാണുള്ളത്, എൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ എന്നൊരു ധാരണ. അപ്പോൾ അവിടെ അതിന് മുമ്പേ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എത്രമാത്രം അവർക്ക് പറഞ്ഞു കൊടുത്താലും അവർക്കത് ബോധ്യപ്പെടില്ല. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെ, നീ നല്ല ടാലൻ്റാണ്, നീ അങ്ങനെ പഠിക്കേണ്ടവളാണ്, ഇങ്ങനെ നിന്നെ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് ഇതാണ്, ഇങ്ങനെ എന്ത് പറഞ്ഞു കൊടുത്താൽ അവർ തലക്ക് ആ സമയത്ത് പോയില്ല. മറിച്ച് അതിന് മുമ്പേ, ഈ ഒരു അനുഭവം വരുന്നതിന് മുമ്പേ നമ്മൾ അവരെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, തയ്യാറെടുക്കണം. അതുപോലെ എത്ര സമയം ഉപയോഗിക്കാം പിള്ളേർക്ക് മൊബൈൽ ഫോൺ. ഇപ്പോൾ ശാസ്ത്രീയമായി പല ഇതും പറയുന്നത്, പാർലമെൻറ്റിൽ പോലും ഇപ്പോൾ MP പോയിട്ട് പറഞ്ഞെന്താ, പിന്നെ ഹർഭജൻ സിംഗ് എന്നാണ് ഓർമ്മ, അപ്പോൾ അദ്ദേഹം പോയിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ അത് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം. കാര്യം പല രാജ്യങ്ങളിലും നിയന്ത്രണമുണ്ട്. 13 വയസ്സിന് താഴെ കുട്ടികൾക്ക് നൽകാനേ പാടില്ല, അതുപോലെ ഇത്ര മാത്രം നൽകാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സൈറ്റുകളെ അവർ നൽകാൻ ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയുള്ള പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തോ ആവട്ടെ, നല്ല നിയമങ്ങൾ നാട്ടിൽ വരട്ടെ, നല്ലതാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചെറുപ്പത്തിലെ ഒരു കുട്ടി വളരുമ്പോൾ നമ്മളിങ്ങനെ മൊബൈൽ കളിക്കുകയും, പാല് കൊടുക്കുന്ന സമയത്ത് പോലും ചില അമ്മമാർ ചെയ്യുന്ന എന്താ, മൊബൈൽ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ കുട്ടി ഭാവിയിൽ മൊബൈൽ നോക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടില്ല, ആ സമയത്തൊക്കെ മാറ്റി വെക്കുക. അതുപോലെ പാൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില അമ്മമാർ നമ്മൾ കാണാറുണ്ട് കടന്നിട്ട് കൊടുക്കുന്ന ഒരവസ്ഥ. കടന്നിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കിയാൽ മതി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കുക. മൂത്ത മോളെ വിളിക്കുക, അനിയത്തിനെ വിളിക്കുക, ഏട്ടനെ വിളിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാഞ്ഞ് കടന്നിട്ട് കുടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളെ കുട്ടി അനുഭവിക്കുന്നത്. ചെറുപ്പത്തിൽ ഒരിക്കലും ഞാൻ പലപ്പോഴും പല ആളുകളെ കണ്ടിട്ട് ഞാൻ കർശനമായി പറയാറുണ്ട്, കേട്ടില്ല, നമ്മൾ പറഞ്ഞു പോകും കാണുമ്പോൾ. കാരണം ആ കുട്ടി അത്രമാത്രം പ്രയാസപ്പെടുന്നത് നമുക്കറിയാം, ബോധ്യമുണ്ട് നമുക്ക്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, പല മാതാക്കൾക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടണം നിങ്ങൾ കുടിച്ചു നോക്കണം കടന്നിട്ട്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുപോലെ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന കുറക്കുക പരമാവധി. ഏതൊരു കാര്യവും ഏതൊരു വിഷയവും കുട്ടികളിൽ പകർത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പകർത്താൻ വളരെ നിസ്സാരമാണ്. ഇപ്പോൾ ചില വീഡിയോസുകൾ നിങ്ങൾ കാണാറില്ലേ, മാതാവും പിതാവും ഒക്കെ ഇരുന്ന് പുസ്തകമൊക്കെ വായിക്കുന്നു, അവരെന്തെങ്കിലും ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ കുട്ടി തന്നെ വന്ന് കൂടി, ചെറുപ്പത്തിലെ കുട്ടികളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ 5 വയസ്സ് മുതൽ അങ്ങോട്ട് 5 വയസ്സ് വരെ നിങ്ങൾ അവരെങ്ങനെ നോക്കിയാലും അവർക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ചെറിയ ഡിസിപ്ലിൻ പഠിപ്പിക്കുക, അതൊക്കെ ചെയ്യാം. 5 വയസ്സ് കഴിയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സുള്ള പ്രായം നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഇതുപോലെ ചെറുപ്പത്തിൽ നമ്മൾ എന്താക്കാൻ കുട്ടി, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, നമ്മൾ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുക, നമ്മളതിന് വേണ്ടി സമയം കണ്ടെത്തുക. അതുപോലെ അപ്പോൾ അവർക്കും ഓട്ടോമാറ്റിക്കലി ആ ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അതുപോലെയാണ്
പിന്നെ നമ്മൾ വായിക്കുക, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, നമ്മൾ നല്ല ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അല്ല നമ്മളിങ്ങനെ സ്ട്രോൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. ഇതൊരു 3 സെക്കൻഡ് വീഡിയോ, 1.5 സെക്കൻഡ് വീഡിയോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പോൾ 1.5 മിനിറ്റ് വീഡിയോ, 2 മിനിറ്റ് വീഡിയോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. വലിയ വീഡിയോകൾ കാണില്ല. എൻ്റെ പോലും പല വീഡിയോകൾ കാണുന്ന ആളുകൾ വളരെ കുറച്ച് സമയം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്ര പേര് കാണുന്നു എങ്ങനെ കാണുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് പിന്നെ അത് നമ്മുടെ മെമ്മറിക്കത് പ്രശ്നം ഡാമേജ് ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അല്പം ഒന്നും തന്നെ പൂർണ്ണമായി കാണുക, ഒരു ക്ലാസ് കേൾക്കുക, പൂർണ്ണമായി ക്ലാസ്സുകൾ കേൾക്കുക, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, നല്ല വീഡിയോകൾ കാണുക. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അത് ശീലിക്കും. കുട്ടികൾ കാണുന്നില്ല, ഒന്ന് നോക്കി പിന്നെ നോക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നമുക്കും. അപ്പോൾ കുട്ടികൾ അത് ശീലിക്കും. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയ രാത്രിയായാൽ, പ്രത്യേകിച്ച് വീടുകളിൽ രാത്രിയായാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ പാടില്ല. നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കാൻ ഒന്നും പാടില്ല. കുട്ടികളെ തീർക്കുക, വർത്തമാനം പറയുക, ഭാര്യയുടെ വർത്തമാനം പറയുക, കുട്ടികളെ വർത്തമാനം പറയുക, നല്ല തമാശകൾ പറയുക, ഒരുപാട് കഥകൾ പറയുക, കഥകൾ പറയുക, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കഥകൾ കേൾക്കുന്നില്ല കുട്ടികൾ. ഈ മൊബൈലിൽ ചിത്രം അടക്കം കാണുക. അതിനെക്കൊണ്ടുള്ള ദോഷം പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഭയങ്കരമായ ദോഷം അതിനെക്കൊണ്ടുണ്ടാകും. കാരണം കുട്ടിയുടെ മെമ്മറിയിൽ ഇപ്പോൾ നമ്മൾ പണ്ടൊരു കാടുണ്ടായിരുന്നു, ആ വലിയ കാട്ടിലൊരു ആന ഉണ്ടായിരുന്നു പറയുമ്പോൾ കുട്ടി സങ്കല്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവിടെ. അത് പോയി. ഇത് കുട്ടി ആനയെ കാണുക ഇവിടെ കഥ പറയുമ്പോൾ. കുട്ടി പുലിനെ കാണാം, സങ്കല്പമില്ല. എന്ത് സംഭവിക്കുന്നത് അതിലൂടെ? ഡാമേജാണ് സംഭവിക്കുന്നത്. നല്ല ക്രിയേറ്റിവിറ്റി ആകേണ്ട ഒരു കഴിവിനെ ഇല്ലാതെ തച്ചുടക്കുകയാണ് അവിടെ ചെറുപ്പത്തിൽ നമ്മൾ. അപ്പോൾ മറിച്ച് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുക. പണ്ട് മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന് നമ്മളില്ല. ഇന്ന് അച്ഛനും അമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ട് ആൾക്കാർ തന്നെ വേറെ വീട്ടിലെ താമസം. വളരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ വിഷയം. അപ്പോൾ അതുപോലെ എല്ലാ വീട്ടിലും അതാണ് അവസ്ഥ. അപ്പോൾ അതുപോലെ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിന് സോഷ്യൽ മീഡിയ പൂർണ്ണമായി നമ്മൾ രാത്രി സമയങ്ങൾ ഒഴിവാക്കുക. പകൽ വളരെ ചുരുങ്ങിയ സമയങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ശനി ഞായർ അവർ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇത്രമാത്രം ഇങ്ങനെ ആക്കണം. അവരില്ലാത്ത സമയത്ത് ഭയങ്കരമായി നമ്മൾ കെയർ ചെയ്യുക. അവർ ഇല്ല സമയത്ത് ഭയങ്കരമായി ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് സ്കൂളിലാത്ത ദിവസമാണ്, ഇന്ന് അവർ ശ്രദ്ധിക്കും. മൊബൈൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ പൂർണ്ണമായി നമ്മൾ ഭാര്യയും ഭർത്താവും നല്ല പാങ്ങിൽ ഇതുപോലെ പ്ലാൻ ചെയ്യണം ഓരോ കാര്യങ്ങൾ. അതേപോലെ പരസ്പര അനുസരണം. പലപ്പോഴും നമ്മൾ പറയും നമ്മളെ കുട്ടി അനുസരിക്കുന്നില്ല. അത് ഭർത്താവ് ഭാര്യയും അനുസരിക്കുന്ന രീതി കണ്ടിട്ട് വേണം മക്കൾ അനുസരിക്കാൻ. തീരെ ഉപ്പാലും മോനും പറഞ്ഞ് കേൾക്കാതെ, അവർ ഫോൺ വിളിച്ചാൽ എടുക്കാതെ, ഫോൺ വിളിച്ചാൽ പോലും ഒന്ന് കേൾക്കാതെ, എന്തെങ്കിലും പറഞ്ഞാൽ പോലും സമാധാനത്തിൽ നിന്ന് കേൾക്കാതെ, എന്നിട്ട് പറയാം എൻ്റെ മക്കൾ തീരെ കേൾക്കുന്നില്ല. അങ്ങനെയല്ല. അപ്പോൾ നിൻ്റെ മക്കൾ കേൾക്കില്ല. അങ്ങനെ നീ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. നമുക്ക് പല അനുഭവങ്ങൾ, പല ആളുകളെ മുഖം ഇങ്ങനെ ചിത്രമുഖത്ത് മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ കാണാറുണ്ട് പലപ്പോഴും. നമ്മൾ അങ്ങനെ ആകരുത്. അതുപോലെ അയൽപക്കത്തുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചില ആളുകൾ അപ്പുറം പോവുകയേ ഇല്ല. ഈ വീട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അറിയില്ല. അങ്ങനെയല്ല. ഇത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ വളരേണ്ടത് എന്ന ബോധ്യത്തിലെങ്കിലും മക്കൾ ജനിച്ചേ പിന്നെങ്കിലും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ശ്രമിക്കണം, മനഃപൂർവ്വം ശ്രമിക്കണം. ഇപ്പോൾ പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം മരുവിൻ്റെ ചാനലിലൊക്കെ ഖുർആൻ ഓതുക. പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ എന്നും കാണാറായിരുന്നു ഖുർആൻ ഓതുക, യാസീൻ ഓതുക. യാസീനൊക്കെ ഒരു വീട്ടിൻ്റെ മുമ്പ് ഇങ്ങനെ കേൾക്കും നമ്മൾ. ഇന്ന് സീരിയലിൻ്റെ സൗണ്ടും സിനിമേൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അത്രമാത്രം മാറിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ നന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? അപ്പോൾ നമ്മൾ വായിക്കുക, നമ്മൾ കേൾക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ മൊബൈൽ ഉപേക്ഷിക്കുക. അങ്ങനെ ആകുമ്പോൾ കുട്ടികളും ഓട്ടോമാറ്റിക്കായി അങ്ങനെ ആകും. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു വന്ന് നമ്മുടെ സമയം നൽകുക, സാന്നിധ്യം നൽകുക. ഇപ്പോൾ ചെറിയ കുട്ടികൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ 3 വയസ്സിൽ മുത്തുപ്പയക്കെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ടാകും. ഒരുപാട് വിഷയങ്ങൾ, പല ചോദ്യങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചില മാതാപിതാക്കൾ പറഞ്ഞാൽ തുടങ്ങി ഓരോ ചോദ്യം ഇവിടെ. ചില ആളുകൾക്ക് ഭയങ്കര ഹൈ എനർജി ഉണ്ടാവും കുട്ടികൾക്ക്. പലപ്പോഴും കുട്ടികൾക്ക് എനർജി ഉണ്ട്, നമുക്കുണ്ട് എനർജി. കുട്ടികളുടെ എനർജി മാതാപിതാക്കൾ, സമൂഹം, അയൽപക്കം, ബന്ധുക്കളൊക്കെ തച്ച് കെടുത്തുകയാണ് ചെറുപ്പത്തിൽ. അവരുടെ ഹൈ എനർജി ജനലൊക്കെ പിടിച്ച് കയറുന്ന ചില കുട്ടികൾ വെച്ചോ സൗണ്ടൊക്കെ ആക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഹൈ എനർജിയിൽ അവരുള്ളത്. നമ്മളതിനെ ഉപദേശിച്ച് തച്ച് കടത്തിയിട്ട് പിന്നെ ചക്കനെ സ്കൂളിൽ പോകുമ്പോൾ എന്താവുന്ന അവസ്ഥ? മല്ല സംസാരം പോലും മല്ല. ടീച്ചർ പോലും വായിച്ചപ്പുറം കേൾക്കില്ല. 2ാമത്തെ ബെഞ്ചിലാണെങ്കിൽ പോലും. ഫസ്റ്റ് ബെഞ്ചിൽ ഒന്ന് ഉറക്കം വായിക്കും മോനെന്ന് ടീച്ചർ മാഷം പറയേണ്ടി വരും. എന്താ പറയുക, അവന് നല്ല എനർജിയുള്ള ഉഷാറൊക്കെ ഉണ്ടായിന്. അത് തച്ച് കിടത്തി തൻ്റെ മാതാപിതാക്കൾ, സമൂഹം, കുടുംബക്കാർ, കൂട്ടുകാർ, അയൽക്കാർ, അങ്ങനെയുള്ളവർ, മാതാവിൻ്റെ പിതാവിൻ്റെ കുടുംബ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല. അവരും പറയും ഒച്ച ഉണ്ടാക്കട്ടെ, ഓൻ്റെ വീട്ടിൽ ഓരോ എനർജിയിൽ സംസാരിക്കട്ടെ, ഒന്ന് കയറി മറിയട്ടെ, സോഫയിൽ കയറട്ടെ, അതിനൊരു ഇതാക്കണം. അതുപോലെ അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായി കേൾക്കണം, മുഖത്തോട് മുഖം നോക്കി കാണുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചില ആളുകൾ ഒരാൾ വിളിക്കുമ്പോൾ തന്നെ തല മാത്രമായിരിക്കും പറഞ്ഞു. അങ്ങനെയല്ല, ബോഡി മൊത്തമായി അവർക്ക് നേരെ നിന്നിട്ട് വാങ്ങാൻ. ബോഡി ലാംഗ്വേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്.
അപ്പോൾ അവർ പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അത് അവർ നേർക്ക് നേരെ ഒന്ന് സംസാരിക്കുക. പ്രവാചകൻ തലതിരിഞ്ഞ് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല. ഒരു സാബി വിളിച്ചാൽ ഒരു സാബി കാര്യം പറയുമ്പോൾ നേർക്ക് നേരെ ഒന്ന് കേൾക്കും അവരെ. അതുപോലെ വിമർശിക്കാനാണെങ്കിൽ പോലും നമ്മൾ നേർക്ക് നേരെ ഒന്ന് കേൾക്കുക. അതുപോലെ പൂർണ്ണമായി കേൾക്കുക. ഇപ്പോൾ ചാനൽ ചർച്ചകളൊക്കെ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ എന്ത് ചർച്ച ചെയ്ത് ചാനൽ ചർച്ച എന്ത് ചർച്ച ചെയ്ത്. കാരണം എന്താ പറയുക, ഒരാൾ പറയുമ്പോൾ ഇടയിൽ കയറി മാറ്റാൻ അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഒന്നും ഇവർ പഠിച്ചിട്ടില്ല. എന്തൊരു അവസ്ഥ ഇത്. എന്നിട്ട് ചാനൽ അത്ഭുതം തോന്നാറുണ്ട് നമുക്ക്. അവർ പൂർണ്ണമായി പറയട്ടഞ്ഞ് വിട്ടുകൊടുക്കുക അങ്ങോട്ട്. എന്നിട്ടായിട്ട് സമാധാനത്തിൽ മറ്റേ ചാനൽ പറയാം. ഈ പഠിച്ച ആളുകൾ പോലും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നിൽക്കുന്നത് ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ, വേണ്ട നീ പൂർത്തിയാക്കണ്ട, മറ്റോൾ പൂർത്തിയാക്കട്ടെ, അതിൻ്റെ സമാധാനത്തിൽ നീ പറഞ്ഞാൽ മതി. അത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചാനൽ ചർച്ച കാണുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കാം നമുക്കറിയാം. അതുപോലെ കുട്ടികൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പൂർണ്ണമായി കേൾക്കുക. എന്നിട്ടായിട്ട് മറുപടി പറയാം. അവർ കണ്ണിൽ പോയി നോക്കുക. തെറ്റുകൾ ചെയ്യും കുട്ടികൾ, തെറ്റുകൾ ചെയ്യുന്നത് യാതൊരു സംശയമില്ല. തെറ്റുകൾ ചെയ്യും, അത് തിരുത്തി കൊടുക്കുക നല്ല രീതിയിൽ. അത് തെറ്റു ചിമ്മിണിക്കൂടൊക്കെ പൊളിക്കുന്ന ഉദാഹരണം ഞാൻ പണ്ട് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾക്കില്ല, ഇപ്പോൾ വിറക് വലിക്കുന്നില്ല, ചിമ്മിണിക്കൂടില്ല. അപ്പോൾ ചൂടില്ലെന്നൊക്കെ തൊടാൻ മുമ്പ് പോലും നല്ല ഒന്ന് കൈയോടെ ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൂട് ചായ കുട്ടി ഇങ്ങനെ വാശി പിടിക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾ ഒന്നും കുടിക്കുന്ന അങ്ങനെയല്ല. ഇത് പൊള്ളും മോനെ, നല്ല ചൂണ്ടിന് വെച്ച് കൊടുക്കുക. പൊള്ളും മോനിക്ക് മനസ്സിലാവും ഇതാണ് ഞാൻ കുടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രെയിൻ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം. അതുപോലെ അവരെ പൂർണ്ണമായി കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. പൂർണ്ണമായി കേൾക്കുക. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാലാടി പോകുന്ന കുട്ടികൾക്ക് അറിയാം എത്ര കാര്യങ്ങൾ അവർ പറയാനുണ്ട്. എത്ര പാട്ട് പാടിത്തരാണ്ടാവും നമുക്ക്. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുകയും എന്നിട്ട് അതൊരു ആസ്വാദനം നമുക്ക് കണ്ടെത്തുകയും വേണം. റബ്ബന ഹബ് ലനാ അസ്വാജന ദുർരിയത്തിന ഖുർറത അയ്യുൻ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു സന്തോഷം കൺകുളിർമ അതിലൂടെ നമുക്ക് ഉണ്ടാകാനും വേണം. അപ്പോൾ അതുപോലെ അവർ കേൾക്കാനും അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഓരോ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൻ തരും. ഭാവിയിൽ സ്കൂളൊക്കെ പോയി വലിയ വലിയ ക്ലാസ്സിലെത്തി +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോട് ആദ്യം പറയും അവർ. ഇപ്പോൾ പലപ്പോഴും പലതും പറയുന്നില്ല. ടീച്ചറോടാ പറയുന്നത്, മാഷോടാ പറയുന്നത്, അധ്യാപകനോടാ പറയുന്നത്, പോലീസുകാരനോടാ പോയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കാനോ അതിന് സമയം കണ്ടെത്താനോ ഒന്നും തയ്യാറല്ല. നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ ബിസിയാണ്. നമ്മൾ ബിസിയാണ്. പലപ്പോഴും പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ബേജാറായത്. അപ്പോൾ നാട്ടിൽ പോയിട്ടാകുമ്പോൾ എങ്കിലും അവർ പ്രവാസിയാണെന്ന് അവർ ഉൾക്കൊള്ളും, പ്രശ്നമില്ല. പക്ഷേ നാട്ടിൽ പോയിട്ടാകുമ്പോൾ എങ്കിലും നമ്മൾ ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുകയും അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. ഒക്കെ വാങ്ങിക്കൊടുക്കുക. നമ്മളിന്ന് റെഡിയാണ്, എന്ത് വാങ്ങിക്കൊടുക്കുക. പൈസ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമയമില്ല. അവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല. എൻ്റെ നല്ല മക്കളാണ് എൻ്റെ മക്കൾ. എങ്ങനെ നടക്കും, എങ്ങനെ സാധിക്കും? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ കളിയുമായി ബന്ധപ്പെട്ട്, വിനോദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കളി, ചില കുട്ടികളെ മൃഗങ്ങളെ പോറ്റുന്ന പോലെ പോറ്റുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മൃഗങ്ങളെ പോറ്റുന്ന പോലെ എന്ന് വെച്ചാൽ കൂട്ടിലിട്ട് അടച്ചിട്ട് പൂട്ടൂലേ, തത്തനൊക്കെ കിളീനൊക്കെ അങ്ങനെ അടച്ചിട്ട് റൂമിൽ ഒരു പുറത്ത് വിടുന്ന ഒരു അവസ്ഥയില്ല കുട്ടികളെ. അങ്ങനെ ഒരിക്കലും ആകരുത്. അവർ പുറത്ത് വിടുക. വിശാല എന്താ പരാതി എന്താ പറയുക പറഞ്ഞു, അത് പോയാൽ കാല് മുറിച്ചിട്ട് വരും, കൈ മുറിച്ചിട്ട് വരും, കാല് കുത്തിയിട്ട് വരും, വരും. അതവനൊരു എക്സ്പീരിയൻസാണ്. നാളെ ചിലപ്പോൾ വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഇവൻ. അറിയില്ല നമുക്ക് എന്തെങ്കിലും. അള്ളാഹു നമ്മളെ മക്കളെല്ലാം കാത്തുരക്ഷിക്കുക പറയാൻ ഒരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഇവിടെ ഒരു സൂചി കാണുമ്പോൾ എൻ്റെ ചില ആളുകളിരുന്ന് നമ്മൾ കാണാറുണ്ട്. ഡോക്ടേഴ്സൊക്കെ മെഡിക്കലിലൊക്കെ പോയിട്ട് സൂചി വെക്കുമ്പോൾ വലിയ തണ്ടും തടിയും നല്ല ആരോഗ്യം ഉണ്ടാവും. നമ്മളെപ്പോലെ ഇങ്ങനെയൊന്നുമല്ല, നല്ല ഉഷാറുണ്ടാവും. നല്ല ആരോഗ്യം നൽകുമാറാകട്ടെ. പക്ഷേ എന്നിട്ട് ഒരു സൂചി വരുന്ന കാണുമ്പോൾ പേടിച്ച് ബറച്ചിട്ടായിരിക്കും അവരുണ്ടാകുന്നത്. ഒക്കെ പാടെ കൂക്കലും പുളിയും പോലെ പിടിച്ചൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ചില വീഡിയോ നമ്മൾ കാണാറില്ലേ, 5-6 ആൾക്ക് പിടിച്ചൊക്കെ ഉണ്ട് ഒരു സൂചി വെക്കാൻ. അതെന്തുകൊണ്ടാണ്? ചെറിയൊരു വില വരുമ്പോൾ ഭയങ്കര വേണ്ട പോലെ ഉമ്മമാർക്ക് അറിയാൻ കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം നോക്കുക, ചില കുട്ടികളെ തല കുത്തുമ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ട് പോലും എൻ്റെ മോനെ തലയോടെ നമുക്ക് അറിയാൻ കഴിഞ്ഞാലില്ലേ, മോൻ ഓട്ടോമാറ്റിക് അറിയും. മോന് വേദന പോലും എടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ ചെറിയ ഒരു ഗസ്റ്റ് വന്ന് അപ്പോൾ ചെറിയ വേദനകൾ വരുമ്പോൾ നമ്മളങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കല്ലേ. അത് പറയാം, ഇപ്പോൾ തട്ടിയാൽ പോലും, കാല് തട്ടിയാൽ പോലും അത് സാരല്ല മോനെ, അപ്പോൾ അങ്ങ് റെഡിയാവും, ഓക്കെ ആവും. പല അസുഖങ്ങളും വരും. ഇപ്പോൾ ജലദോഷം വരും, കഫക്കെട്ട്. 3 കുട്ടികളുടെ പിതാവാണ് ഞാൻ. അപ്പോൾ ഒരു കുട്ടിനെ കൊണ്ടുപോയി ചിലപ്പോൾ മറ്റേ കുട്ടിക്ക് അസുഖം വരും. സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവും. ചെറുപ്പത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വലിയ വലിയ വിഷമങ്ങളും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് അതിനെ പഠിപ്പിക്കാതെ ഇങ്ങനെ ഉണ്ടാവും ജീവിതത്തിൽ. പനി വരും, ജലദോഷം, കഫക്കെട്ട് ഉണ്ടാവും ജീവിതത്തിൽ. കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും, മരുന്ന് കുടിക്കുക ആവശ്യത്തിന്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പുറത്ത് നമ്മൾ കളിക്കാൻ വിടുക മറ്റു കുട്ടികളുടെ കൂടെ. അതേപോലെ കുട്ടികളുടെ കൂടെ വിടുമ്പോഴും, സ്കൂളിൽ കുട്ടികളുടെ കൂടെ കൂടുമ്പോഴും നല്ല മാർക്ക് വാങ്ങാതെ വരുമ്പോൾ ഒരു കമ്പയറിങ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കമ്പയറിങ് ചെയ്യരുത് നമ്മളൊരിക്കലും. മറ്റേ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാകും, നിൽക്കുന്നത് നിന്നെപ്പോലെ ഓളി സ്കൂളിൽ പോകുന്നു, നിന്നെപ്പോലെ ഓന് സ്കൂളിൽ പോകുന്നു, അങ്ങനെ അതേപോലെ കമ്പയർ ചെയ്യരുത് ഒരിക്കലും. അവന് കിട്ടിയ മാർക്ക് അതിനുവേണ്ടി അവനെടുത്ത എഫക്റ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ എഫക്റ്റുകൾ അനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കുക അവരോട്. അതേപോലെ ചില കുട്ടികൾ ആങ്ങളെ പെങ്ങളെ അടുത്തിനും അനിയത്തിനെയും സ്വന്തം വീട്ടിലെ കുട്ടികളായിട്ട് തന്നെ കമ്പയർ ചെയ്ത് സംസാരിക്കും മാതാപിതാക്കൾ. അതാണ് ഏറ്റവും ഡേഞ്ചർ. അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്.
അവനാണ്, അവളാണ്. നമ്മളെ ഫിംഗർ വ്യത്യാസം പോലെ, നമ്മളെ മുടി വ്യത്യാസം പോലെ, നമ്മളെ കണ്ണിൻ്റെ ഇത് എയർപോർട്ടിലൊക്കെ എടുക്കുന്ന കണ്ണിൻ്റെ ഇത് വ്യത്യാസം പോലെ, നമ്മളെ ഇത് വ്യത്യാസം പോലെ, നമ്മുടെ ഓരോ ഇതും നമ്മളെ ഫിംഗർ വ്യത്യാസം, നമ്മളെ ശബ്ദം വ്യത്യാസമാണ്. അപ്പോൾ മമ്മൂട്ടിൻ്റെ ശബ്ദമല്ല മോഹൻലാൽ അങ്ങനെ ശബ്ദം വ്യത്യാസമായ എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് കുശലം പറയാൻ കഴിയില്ല. കാരണം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ലേശം ഒരു ഇടറുമ്പോൾ, ഒരു കഫക്കെട്ട് വരുമ്പോൾ പോലും ഒക്കെ അറിയാം. അങ്ങനെ ശബ്ദം മാറിയില്ല എന്ത് ചോദിക്കും, വീഡിയോ ആക്കി അറിയാം. അല്ലെങ്കിൽ അത് ശബ്ദം മാറി എന്തായിരിക്കും, എന്താ ബേജാറുണ്ടോ, മുഖത്ത് എന്തെങ്കിലും അസുഖമുണ്ടോ, അങ്ങനെ കഴിഞ്ഞിട്ടല്ല, ആൾ മാറി കഴിഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം വ്യത്യാസമാണ്. അതുപോലെ നമ്മൾ ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്, അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം കണ്ടത്, ഒരു അധ്യാപകൻ കുട്ടികളെ മാതാപിതാക്കളെ പഠിപ്പിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ പേപ്പർ കീറാൻ പറഞ്ഞു. എല്ലാവരും പേപ്പർ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം കീറാൻ പറഞ്ഞു. എൻ്റെ പറഞ്ഞ് കീറിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കീറണം പറഞ്ഞു. എൻ്റെ പറഞ്ഞ് എല്ലാവരുടെ പേപ്പർ ഒരുപോലെ ഇല്ലാതെ പറഞ്ഞു, 4 പേപ്പർ ഞാൻ കീറിയ പോലെയൊക്കെ പേപ്പറില്ലേ. അപ്പോൾ ആരും ഇല്ല. അപ്പോൾ മറ്റേയാൾ പറയാം, ആ പേപ്പർ സൂക്ഷിച്ച് വെച്ചോ, നിങ്ങളെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ട് വരുമ്പോൾ മറ്റേ മോന് കിട്ടീനി ഈ മോന് കിട്ടീനി നിങ്ങൾ പറയേണ്ടതാണ്. കാരണം എന്താ, അത് കിട്ടൂല. അത്ര തന്നെ അതിൻ്റെ ഉദാഹരണം. അപ്പോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കി വരും, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതുപോലെ കളിക്കാൻ വിടാത്ത അവസ്ഥ ഉണ്ടാകരുത്. കളിക്കാൻ പുറത്ത് വിടണം, അവരെ പുറത്ത് പോകാൻ അനുവദിക്കണം. അതുപോലെ ആ കളിയിലൂടെ കിട്ടുന്ന പാഠങ്ങൾ കൂടി പറഞ്ഞാലേ ആ ഭാഗം പൂർണ്ണമാകും. ഒരുപാട് പാഠങ്ങൾ. ഇപ്പോൾ ചില എയർപോർട്ടിലൊക്കെ ഫ്ലൈറ്റൊക്കെ താകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, മലയാളികൾ പ്രത്യേകിച്ച്. ഫ്ലൈറ്റ് ഫ്ലൈറ്റ് താഴെ എത്തി, ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി ലാൻഡ് ചെയ്തിട്ടും കുറച്ച് പോകാണ്ട് പിന്നെ അവരെ സീറ്റെല്ലാം ശരിയാക്കാണ്ട് അവരെ ഇറങ്ങി പോകുന്നൊരു സാധനം ഉണ്ടല്ലോ, അയാളെ ശരിയാക്കാണ്ട് കുറച്ച് സമയമുണ്ട്. പക്ഷേ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ താണ്ടാകുമ്പോൾ ആളുകൾ കാണാം സീറ്റ് ബെൽറ്റൊക്കെ ഒരു ബാഗൊക്കെ എടുത്ത് എന്തൊരു തീർത്തിയാവും ഓനിപ്പോൾ കഴിഞ്ഞ് പായുന്നാക്കുന്നുണ്ട് ഫ്ലൈറ്റിൽ നിന്ന്. എത്രയോ 4.5 മണിക്കൂർ ഇരുന്നതാണ്. കുവൈറ്റ് ടു പിന്നെ കൊച്ചി അല്ലെങ്കിൽ കുവൈറ്റ് ടു പിന്നെ കണ്ണൂർ 4.5 മണിക്കൂറൊക്കെ ഇരിക്കണം. എന്നിട്ട് എനിക്ക് ഒരു തിരക്ക് ഭയങ്കര സമാധാനത്തിൽ ഇരുന്ന് തീരാൻ ഭയങ്കര തിരക്ക്. അങ്ങനെയല്ല, ഒരു ഡിസിപ്ലിൻ അവിടെയൊക്കെ നമ്മൾ പാലിക്കണം. അതൊക്കെ ഒരു അവൻ്റെ ഊഴം വരാനാകുന്ന ഊഴത്തിന് വരെ കാത്തിരിക്കണം. അതെവിടുന്ന് കിട്ടുന്ന പാടെന്ന് വെച്ചാൽ കളിയിൽ നിന്ന് കിട്ടും, കളിക്കാവുമ്പോൾ കിട്ടും. ഓന് ബാറ്റ് കിട്ടുന്ന സമയത്ത് ഓന് ബാറ്റ് കിട്ടും, ഓന് ബോൾ ചെയ്യുന്ന സമയത്ത് ഓൻ ബോൾ ചെയ്യും, ബാക്കി സമയത്ത് ഫീൽഡ് എടുക്കണം. അതൊക്കെ കളിയിൽ വലിയ പാഠം കിട്ടും കുട്ടികൾക്ക്. നമ്മളറിയാതെ പോകരുത് ഒരിക്കലും, മനസ്സിലാക്കാതെ പോകരുത് മാതാപിതാക്കൾ. അതുപോലെ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയ ചില ആളുകൾക്ക് കാണാം, തൻ്റെ ടോക്കൺ നമ്പർ 16 ആയിരിക്കും, 4 പോയിട്ടുണ്ട്, 5 പോയിട്ടുണ്ടാവും. ബാക്കി സമയത്ത് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു നോക്കുന്നു. അങ്ങനെ ബേജാറാണ്ട് ഒരു പുസ്തകം കൊണ്ട് ഈ കടയിൽ നിന്ന് വായിച്ചാൽ കഴിഞ്ഞ്. ട്രാഫിക്കിൽപ്പെട്ട ആളുകൾ, അവർ മണിക്കൂറുകൾ ട്രാഫിക്കിൽ പെടുന്ന ആളുകളുണ്ട്. ഒരു പുസ്തകം കൊണ്ട് എടുക്കുക ബാഗിൽ, സ്വന്തം പോക്കറ്റിൽ, ചെറിയ ബാഗിൽ, കയ്യിൽ, എന്നിട്ട് ഇന്ന് വായിക്കുക. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? മൊബൈലില്ലേ, ഒന്ന് ട്രോൾ ചെയ്ത് നല്ലൊരു വീഡിയോ നോക്കുക, നല്ലൊരു സംസാരം കേൾക്കുക. എന്തിനാ ബേജാറാന്ന്? നമ്മൾ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു പാഠം അത് കിട്ടുന്ന ഈ കളിയിൽ നിന്നാണ്. അതുപോലെ കൂട്ടമായി പ്രവർത്തിക്കുക എന്ന പാഠം കൂടി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. കൂട്ടമായി പ്രവർത്തിക്കുക, ഒറ്റയ്ക്കായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ബലം, ആ ടീമിൻ്റെ ബലം, ആ ടീമിൻ്റെ വിജയം. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ ദഫ് മത്സരം കാണാനായിട്ട്. അപ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ്, നമ്മൾ ഇപ്പോൾ ബോഡി ലാംഗ്വേജ് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് വിശ്വസിക്കാറില്ല പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഭയങ്കര ഒരു ടാലൻ്റായ കുട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, കുട്ടിയുടെ പിതാവ് ഞാൻ നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്, പ്രോത്സാഹിപ്പിക്കണം, കൂടുതൽ പഠിക്കട്ടെ, വളരട്ടെ. അപ്പോൾ ഇവിടെ ആ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ടീം വർക്കിൻ്റെ പ്രാധാന്യം ചില ആളുകളുടെ മുഖത്ത് പോലും സമ്മാനങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. ആ ടീം വർക്കിന് വലിയ പ്രാധാന്യം. ഇപ്പോൾ ദഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ കളിക്കുന്നതല്ല, മൊത്തം കൂട്ടായി കളിക്കുക. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ കൂട്ടായി കളിക്കുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഇതിലൂടെ വലിയ പാഠങ്ങൾ, സംഘം ചേരുന്നതിൻ്റെ പാഠങ്ങൾ, അതിലൂടെ കിട്ടുന്ന ഇതും വിജയവും അതൊക്കെ അവർ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങൾ ഇതിലൂടെ പഠിക്കും. എൻ്റെ വിഷയം സമയത്ത് ദൂർഘിച്ച് പോകുന്നുണ്ട്, സമയം ഒരുപാടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും വേഗവും പെട്ടെന്നൊക്കെ പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. അത്രമാത്രം ഞാൻ പഠിക്കുകയും അത്രമാത്രം കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കുകയും അത്രമാത്രം. ഞാനൊക്കെ നാട്ടിൽ പോയ ചില ആളുകൾ ചോദിക്കും, എനിക്ക് തൊണ്ടന്മാറും അല്ലെങ്കിൽ പിള്ളമാറും മാത്രമേ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട് ചില ആളുകൾ. അത്രമാത്രം അവരുടെ കൂടെയാണ് ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറ്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ, കുട്ടികളുടെ കൂടെ പോവുക, കളിക്കുക. നമ്മളെ പ്രായം പോലും നമ്മൾ മറന്നു പോകും, ഇത്ര വയസ്സായി, അവരുടെ കൂടെ ഓടി കളിക്കണ്ടേ. അപ്പോൾ അങ്ങനെ അതുപോലെ അവസാനമായി അവരുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തുക. ഞാൻ പറഞ്ഞു, അവരുടെ കൂടെ സമയം, അവർക്ക് കൂടെ കളിക്കുക നിങ്ങൾ കുറച്ച് നേരമൊക്കെ. ചില ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില പിതാക്കന്മാർ വരുമ്പോൾ അവരെ പേരമക്കൾ പോലും, അവർ ബോഡി ലാംഗ്വേജിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മക്കളും പേരമക്കളൊക്കെ പേടിച്ച്, ഭാര്യ പോലും പേടിച്ച്, ഒരു കൈ പോലും അനുകൂല ഭാര്യൻ്റെ. ചില ഭാര്യമാർ ഭയങ്കര കർശന ഭർത്താവായിരിക്കും, ഭയങ്കര അങ്ങനെ. എൻ്റെ അടക്കി പിടിച്ച് ഞാൻ ബേര വരക്കാട് നിൽക്കണം, അവസാനം എന്തറിയോ, ബേര പോളി വരക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കടക്കപ്പുറത്ത് കായൽ കിടക്കുന്ന, അതായത് സുഖമില്ലാതെ കടത്തത്തിലായ ഒരു വ്യക്തിയെ ഞാൻ സന്ദർശിക്കാൻ പോയി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ അദ്ദേഹം അവളെ വിളിക്കുന്നത് ചീത്ത വിളിച്ചുകൊണ്ട് വിളിക്കുന്നത്, എനിക്ക് വെള്ളം ചോദിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്തിനീ പെണ്ണ് ഇങ്ങനെ അനുസരിക്കുന്നു? വർഷങ്ങളോളം ഓനിങ്ങനെ കീഴ്പ്പെട്ട് അനുസരിച്ച് അങ്ങനെ ആയി പേടിച്ചിട്ട് അരണ്ട് ജീവിക്കുക. അവരെ കാണാനാണ് ഒന്നുമില്ല, മെലിഞ്ഞങ്ങത്തി പോയി. പിന്നെ അള്ള പെട്ടെന്ന് വിളിച്ച മനുഷ്യൻ സലാമത്തായി. അങ്ങനെ സ്വഭാവം കൊണ്ട് ജീവിക്കരുത്. ഓളെ മുമ്പിൽ അത്ര ബുദ്ധിമുട്ടിക്കരുത്, ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തരുത്.
ഇസ്രി യുസ്ര, ദീൻ എളുപ്പമാണ്. പ്രവാചകൻ പറഞ്ഞു ദീൻ എളുപ്പമാണ്, നിങ്ങൾ എളുപ്പം നൽകുക ആളുകൾക്ക്. അതുപോലെ കുട്ടികൾക്ക് എളുപ്പം നൽകുക, ഭാര്യയ്ക്ക് എളുപ്പം നൽകുക. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് എന്ത്, ഇപ്പോൾ മയോണൈസിനെ കുറിച്ച് നമുക്കറിയാം. മയോണൈസ് ദോശയാണ്, മനസ്സിൽ ഇങ്ങനെയാണ്, പച്ചമുട്ടയാണ് അടിക്കുന്നത്, എണ്ണയാണ് ഇല്ലത്, അതിൽ നമുക്കറിയാം. എൻ്റെ വീട്ടിലാക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മയോണൈസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ എന്താ പറയേണ്ടത്, മയോണൈസാ ഇവിടെ ഈ പേർക്കാം അല്ല ആക്കിയുള്ള മക്കളെ വയർ കളഞ്ഞുള്ള മക്കളെ, തടി കളഞ്ഞുള്ള മക്കളെ, എത്ര ആൾ മരിച്ച് മക്കളെ, ഞാൻ വീഡിയോ ഇതും ആ കാര്യങ്ങളും ബന്ധപ്പെട്ട ന്യൂസും. ഒരാൾക്ക് ഒരു ഭക്ഷണത്തെക്കുറിച്ച് കുറച്ചറിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹറാമായ ഭക്ഷണം ചില ആളുകൾ അതായിരിക്കും. അങ്ങനെ ആകരുത്. നമുക്കതിനെപ്പറ്റി അറിയാം, എപ്പോഴെങ്കിലും കഴിക്കാം, നമ്മളെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കഴിക്കുക, പ്രശ്നമില്ല, എല്ലാവരും കഴിക്കുന്നില്ല. ഷവർമ്മ, പോക്കറ്റ് ഷവർമ്മ, മറ്റേത് മറിച്ചത് പല കാര്യങ്ങളുണ്ട്. ഹലാലായ നിങ്ങൾ അനുവദിച്ച് കൊടുക്കുക, ചെറിയ വിട്ട് വെച്ച് കാണിക്കുക. അതിന് കടും പിടുത്തം പിടിക്കല്ലേ. അത് ഹലാലാണോ അനുവദിക്കുക. ജ്യൂസാണ്, മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇത്രമാത്രം പഞ്ചസാര അടങ്ങിയിട്ട് അതിൻ്റെ സയൻസും ശാസ്ത്രവും കളർ ഇത്രമാത്രം ഉണ്ട്, എല്ലാ ദോഷങ്ങളും നമുക്കറിയാം. കടിച്ച് പിടിച്ച് വെച്ച് കൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥ പിള്ളേരെ അല്ല. അര ക്ലാസ് കൊടുക്കുക. പിന്നെ നല്ല നല്ല ജ്യൂസുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല നല്ല ഷേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക. ആപ്പിൾ കൊണ്ടുവരാൻ തണുപ്പിക്കുക, പാൽ കൊണ്ടുവരാൻ കട്ടിയാക്കാൻ അമ്മ തന്നെ ജ്യൂസാക്കി കൊടുക്കുക പിള്ളേർക്ക്. അപ്പോൾ ആഗ്രഹം മാറുകയും ചെയ്യും, നമ്മളെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സോഫയിൽ ചാരി ഇരുന്നിട്ട് അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അവർ അങ്ങനത്തെ കഴിക്കും. അങ്ങനത്തെ കഴിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കേണ്ടത്. അതെങ്ങനെ അതിനെ മാനേജ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർ കഴിക്കുക, നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ കാണാം, നമ്മൾ ഇഷ്ടപ്പെട്ട് അവരെങ്ങനെ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും കൂടുതൽ നമ്മളെ മനസ്സിലിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ ദിനം പ്രതി ഒരു 10-20 മിനിറ്റ് യോഗയോ വ്യായാമങ്ങളോ കാര്യങ്ങളോ വീട്ടിലൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആൺകുട്ടിക്ക് ഇൻട്രസ്റ്റ് ആണ്, ആൺകുട്ടികളുടെ ജിമ്മനാണെന്നൊക്കെ നമ്മൾ വിചാരിക്കണമെങ്കിൽ നമ്മളും ചെയ്യണം ആദ്യം. അപ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആകും. ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനം അത് അവസാന വിഷയമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജീവിതവും സന്തോഷവും സമാധാനം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാതെ പോകരുത്. AI വീഡിയോകളും മറ്റും മറിച്ചും ഒരുപാട് വീഡിയോസുകളും പിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവരായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കാണ് നമ്മൾ മൊബൈലൊക്കെ നൽകി. പല കുട്ടികൾ മൊബൈലിന് അഡിക്ഷനാണെന്ന് എന്തുകൊണ്ട് വെച്ചാൽ പല മാതാപിതാക്കൾക്കൊന്നും അറിയില്ല മൊബൈലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ അങ്ങനെ ആക്കൽ, ഇതെങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കൽ, അതിന് കൊടുക്കും കുറേ സമയം അങ്ങനെ കൊടുത്തിട്ടായിരിക്കും പിന്നെ ആയിരിക്കും ഈ കുട്ടി മൊബൈലിന് തന്നെ അഡിക്റ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ പല മരണ വാർത്തകൾ നമ്മൾ കേൾക്കാറ് മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ. അങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ച് വെച്ച് വാങ്ങിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക. ഇപ്പോൾ മദ്യം നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ പറയുമ്പോൾ അത് കൂടി പറഞ്ഞ വിശദമാവും, പൂർണ്ണമാവും. അപ്പോൾ മദ്യനിരോധവുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടാവും. പ്രവാചകൻ ഘട്ടഘട്ടമായിട്ട് മദ്യം നിരോധിച്ച് മദ്യത്തിൽ കുളിക്കുന്ന ആളായിരുന്നു അവർ. കുടിക്കുകയല്ല, കുളിക്കാൻ. എൻ്റെ അറബികൾ പണ്ട് പാട്ട് എഴുതിയത് എന്താ വെച്ചാൽ പിന്നെ അതായത് ഈ ജീവികളുണ്ടല്ലോ, ഈ ചെടി ഇങ്ങനെ മുളച്ചിട്ടാകുമ്പോൾ ജീവികളുണ്ട്, ആ ജീവികളെ കുറിച്ച് കവിത എഴുതുക. ആ ജീവി എത്ര നല്ല ജീവി, എത്ര നല്ല ഭാഗ്യം. മദ്യത്തിൽ കുളിച്ചിട്ട് അവിടെ തന്നെ അതിൻ്റെ തന്നെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ മറന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് നിരോധിക്കുമ്പോൾ ഘട്ടം നിരോധിക്കുമ്പോൾ ആദ്യം പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ മദ്യപിച്ച് കൊണ്ടുവരുന്നത്. പള്ളിയിൽ പോകുമ്പോൾ മദ്യപിക്കുന്ന എത്ര നേരമായി? 5 നേരം പള്ളിക്ക് പോകണം. 5 നേരം കുടിക്കാതെ പിന്നെ അതുപോലെ പിന്നെ അങ്ങനെ നിരോധിച്ച് ഘട്ടം 3 ഘട്ടമായിട്ട് നിരോധിച്ച് അവസാനം പറഞ്ഞിട്ട് പൂർണ്ണമായി നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന്. നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞേയല്ല. ആ ചോദ്യം വരുമ്പോൾ തന്നെ ആൾ വലിയ വലിയ ടാങ്കിൽ പോലത്തെ ഉണ്ടായാലും ഒഴിച്ച് കളഞ്ഞ് മദ്യം മക്കളിങ്ങനെ ഒഴുകിയെന്ന് പറഞ്ഞ മദ്യം. അപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ നിന്ന് മാറ്റം വന്നു. അതിന് മുമ്പേ 3-4 സെക്ഷനുകൾ നൽകി. 3 സെക്ഷനുകൾ നൽകി, 2 സെക്ഷൻ നൽകി, 4-ൽ ഒഴിവാക്കി. അപ്പോൾ ആളുകൾ അതുപോലെ മൊബൈൽ പിടിച്ചു വാങ്ങുന്നതല്ല, മറിച്ച് ഒരു അഡിക്ഷനാണ് മൊബൈൽ. ശരിക്കും കൊക്കൈനേക്കാൾ വലിയ അഡിക്ഷനാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ വരെ ഉണ്ട്. എന്ത് കൊക്കൈനേക്കാൾ വലിയ അഡിക്ഷനാണ് മൊബൈലിന്. അപ്പോൾ അത് മാറ്റുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ കള്ളു പോലത്തെ എല്ലാം അതിന് മുന്തിയ സാധനമാണ് മൊബൈലിൻ്റെ അഡിക്ഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് പിടിച്ച് വാങ്ങരുത്. മെല്ലെ മരണത്തിലേക്ക് ആളുകൾ, കുട്ടികളെ ബുദ്ധിമുട്ടൊക്കെ പ്രയാസം യൂസർ എളുപ്പം ഉണ്ടാക്കുക. അതുപോലെ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഒന്ന് കൂടിയിട്ട് പുറത്ത് പോവുക. അപ്പോൾ ആ സമയത്ത് മൊബൈൽ ചോദിക്കില്ല. വിനോദങ്ങളിൽ പോവുക, ടൂർ പോവുക, പിന്നെ എന്തെങ്കിലും പാർക്കിലോ ബീച്ചിലോ പോവുക, അവരുടെ കൂടെ ഊഞ്ഞാലാടാൻ കൂടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് കയറുമ്പോഴോ എന്തെങ്കിലും ഒരു വാങ്ങി കളിക്കുക, ഡോമിൻസോ ലുഡോ എന്തെങ്കിലും. ചിലപ്പോൾ മതപരമായി നോക്കുമ്പോൾ ചിലപ്പോൾ മോശമായിരിക്കാം. പക്ഷേ ഇത് മാറ്റാൻ വേണ്ടി ഒരല്പം പിന്നെ ഡോമിൻസ് ലുഡോ പോലെ കളിക്കുക, അല്ലെങ്കിൽ ചെസ്സ് കളിക്കുക. ചെസ്സ് അനുവദിക്കപ്പെട്ട കാര്യമാണല്ലോ, ചെസ്സ് കളിക്കുക അവരുടെ കൂടെ. അപ്പോൾ ചെസ്സ് കളിക്കുമ്പോൾ അവർക്ക് എന്താ ഇതാവും. അതുപോലെ നല്ല നല്ല ചിത്രങ്ങൾ, അതായത് വീട്, പിന്നെ മരങ്ങൾ, ബിൽഡിങ്ങുകൾ, പ്രകൃതി, നിലാവ്, ചന്ദ്രൻ, മരങ്ങൾ, അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട്, നല്ല നല്ല ചിത്രങ്ങൾ. അതൊക്കെ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ കഴിവുകൾ കണ്ടെത്തുക. ഭാഷാപരമായ കഴിവുള്ള കുട്ടികളുണ്ട്. ചില പല കുട്ടികൾ പല ഭാഷകൾ പല രീതിയിൽ സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ചെയ്ത് നല്ല സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിൻ്റെ പേരിൽ ഗിഫ്റ്റ് കൊടുത്ത് നല്ല ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെയല്ല, എന്താണ് അവരുടെ കഴിവ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കൊണ്ട് സംസാരിക്കുകയും. ഇപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, അമ്മമാർ പറയാറുണ്ട്, രാവിലെ എത്ര മണി എണീക്കില്ല, രാവിലെ എണീച്ചത് നല്ല കമൻറ്റുകൾ നമ്മൾ പറയാൻ ശ്രമിക്കണം. അതേപോലെ
പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ നല്ല കാര്യം ചെയ്യുമ്പോൾ വലിയ പ്രോത്സാഹനം നൽകുക, ഞാൻ ഗിഫ്റ്റ് നൽകുക, അംഗീകാരം നൽകുക, അംഗീകരിക്കുന്ന സംസാരങ്ങൾ നൽകുക. ചിലപ്പോൾ തോളിൽ തട്ടിയാൽ മതിയാകും, ഉഷാറാണെന്ന് പറഞ്ഞാൽ മതിയാകും, ഓ സൂപ്പറാണ് മോളെ എന്ന് പറഞ്ഞാൽ മതിയാകും അവർക്ക്. ചെറിയ ചെറിയ ഇത്. അപ്പോൾ ചില ആളുകൾ സ്കൂളിലൊക്കെ ബസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയാറില്ല, അധ്യാപകന്മാർ പറയും കരയുന്ന കുട്ടിക്ക്, ചെറിയ കുട്ടിക്ക് ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ യു വൺ ഓഫ് എ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി അവരോട്, നീയാണ് ഈ കുട്ടി ബസ്സിലെ ബെസ്റ്റ് കുട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർ നോക്കിയാൽ കാഴ്ചയിൽ നിർത്തും കുട്ടി. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു ഉപദേശം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ ചെറിയ ഇത് മതിയാവും. വലിയ +2 പഠിക്കുന്ന കുട്ടികളെ പോലും അധ്യാപകർ പറയാറെന്താ, അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ 2 സ്റ്റാർ 3 സ്റ്റാർ അവന് കിട്ടും അതിൻ്റെ അനുസരിച്ചെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവൻ വർക്ക് ചെയ്യും. എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ കിട്ടുന്നത് പറഞ്ഞാൽ വലിയ ചോക്ലേറ്റ് ആണോ? അതാണ് ചെറിയ അംഗീകാരത്തിന് വലിയ വിലയുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുപോലെ രാവിലെ എണിച്ച കുട്ടിക്ക് നല്ല കമൻറ്റ് നമ്മൾ പറയാം, അവൻ കേൾക്കാത്ത രീതിയിൽ. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു കുറ്റം ഒരിക്കലും കുട്ടികളെ പറയരുത്. ചില ആളുകൾ മാതാപിതാക്കൾക്ക് അറിഞ്ഞിട്ടും അറിയാതെ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റുകൾ കൂടിയാണ് അത്. അവരെ കുറ്റം പറയരുത്, അവരോട് നല്ല പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എൻ്റെ കുട്ടി ഉണ്ടല്ലോ, വേറെ പല്ലും തേക്കില്ല, കുളിക്കില്ല, നേരം തോന്നിപ്പോയാൽ മാറ്റില്ല, അങ്ങനെയല്ല. ഇന്നും എനിക്കൊന്നും ഒരു മൂടില്ല, അല്ലെങ്കിൽ ഓനിപ്പോൾ ഇങ്ങനെ ഉണ്ടാലും ഉഷാറില്ല ഉണ്ടാൽ നല്ല ഡ്രസ്സൊക്കെ തേച്ചു അപ്പോൾ നമ്മളെ കുളിച്ചിട്ട് നമ്മളെന്ന് ആണെന്ന് പറയുമ്പോൾ ഓക്കെന്നെ തോന്നും, ഇപ്പം ഒന്ന് കുളിച്ചു സാറാണെന്ന് ഓനിക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ പറയാം, നല്ല നല്ല വാക്കുകൾ പറയാം. കുടുംബക്കാരൊക്കെ കൂടുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്ത് താഴ്ത്തി കെട്ടി അങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. നല്ല നല്ല കമൻറ്റുകൾ പലപ്പോഴും അങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് സങ്കടം വരുന്നത്. പല മാതാക്കളിൽ നിന്നും ഒരുപാട് വലിയ കുടുംബത്തിലങ്കാണ് ഞാൻ. അപ്പോൾ പല മാതാക്കളിൽ നിന്നും കുട്ടികളെ മുമ്പിൽ വെച്ച് നമ്മളൊക്കെ കയറി ചെല്ലുമ്പോൾ പോലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അവരെ മനസ്സ് നോവിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏട്ടത്തിൻ്റെയും വായിന്ന് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. വാക്കുകൾ സൂക്ഷിക്കുക, ഉപയോഗിക്കണം. വാക്കുകൾ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്, ആയുധത്തെക്കാൾ ഭയങ്കരമാണത്. അതുകൊണ്ട് ചില വാക്കുകളാണ് ഒരുപാട് നല്ല വലിയ മനുഷ്യനും ചെറിയ മനുഷ്യനൊക്കെ ആക്കുന്നത്. ചില ഒരു ഇൻഫർമേഷൻ നല്ലൊരു വാക്ക് പറയുമ്പോൾ ഒരു അട്രാസ്യവും മാറിപ്പോവും ജീവിതത്തിൽ. ഒരു ഉമ്മ പറഞ്ഞ വാക്ക് ഒരു ഉപ്പ പറഞ്ഞ വാക്കിൻ്റെ ഇതിൽ അതിൻ്റെ ആ ഇമ്പാക്റ്റിൽ വലിയ നിലയിലോനെത്തിയ ആളുകളെ ചരിത്രം നമ്മൾ വായിക്കാൻ വേണ്ടി സാധിക്കും. പറഞ്ഞാൽ എന്താ, ഒരു വാക്ക് എൻ്റെ പിതാവ് അന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഉമ്മ അന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഏട്ടൻ അന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്ന് പറയും. അപ്പോൾ നല്ല നല്ല വാക്കുകൾ പറയും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ, അതിഥികൾ വരുമ്പോൾ. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, അരമണിക്കൂറാകാൻ. അപ്പോൾ ഈ കുട്ടികളുടെ ഗസ്റ്റ് വരുമല്ലോ, കുട്ടികളുടെ കൂട്ടുകാർ, അവരെയും അതേപോലെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും സമ്മാനം കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ നമ്മൾ തുനിയണം. അവരെ ഓളെ ചങ്ങായി വന്നിരിപ്പോൾ അവർ തന്നെ ആടെ ഇരുന്ന് വെച്ച് മഞ്ഞ കൊണ്ട് ചോറായപ്പോൾ അങ്ങനെയല്ല, എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് സ്വീകരിക്കുക. കാരണം എന്താ അറിയോ, നമ്മളെ കുട്ടി നാളെ പോകേണ്ട അങ്ങോട്ടാണ്. അപ്പോൾ അവർ നല്ല സ്വീകരിക്കണം നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ കുട്ടി എവിടെയെങ്കിലും പോയാൽ ഇൻസൾട്ട് ആകരുത്, അവർ നല്ല രീതിയിൽ സ്വീകരിക്കണം, നല്ലൊരു നില ഉണ്ടാണെന്നൊക്കെ. അപ്പോൾ വരുന്ന കുട്ടിക്ക് നമ്മൾ കൊടുക്കുക വാങ്ങുക. ഞാൻ അറബിയിൽ ചൊല്ലി പറയാറുണ്ടല്ലോ സാധാരണ, അതെന്താണോ കൊടുക്കുന്നത് തിരിച്ചു വരും. അതുപോലെ ഇവിടെയൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കുക. കൂട്ടുകാർക്ക് മക്കളെ പോലെ കാണാം. ഒരു ഗസ്റ്റ് വന്നാൽ നമ്മളെ മക്കളെങ്ങനെ കാണാമെന്ന് അതുപോലെ പുറത്തൊക്കെ കൂട്ടിയിട്ട് അടുത്ത കുട്ടികൾ പോകുമ്പോൾ നമ്മളെ മക്കളെ പോലെ തന്നെ അവരെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. വെറുതെ ബായോടല്ല, ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ പഠിക്കാനും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.